പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വൈദ്യരുടെ കാര്യം പറഞ്ഞു കളയാന്ന് വല്ലതും മനസ്സിലുണ്ടെങ്കിൽ ചെന്ന് പറ. ഒരു സൂചിക്കുത്തിന് പോലും തെളിവില്ലാതെ തന്നെ പോലെ ഒരുത്തൻ ചെന്ന് ഇല്ലാ കഥ പറഞ്ഞ ഉടനെ പോലീസ് എന്നെ അപ്പനെ പിടിച്ച് ജയിലിലിടുന്നു വിചാരിച്ചോ? ഇറങ്ങിപ്പോടോ. അവസാനമായിട്ട് ഞാൻ പോകുമല്ലയോ? ദേ, സമ്മാനമായിട്ട് ഇതങ്ങ് വച്ചേരടാ. അച്ചായ, ഇത് ആ വൈദ്യരുടെ ശരീരം ഞാൻ കൊണ്ടുപോകുന്ന ഫോട്ടോ ആണല്ലോ. അതെ, ഇനി അച്ചായം പോട്ടോ. അച്ചായ, ഈ ഫോട്ടോ ഇതെങ്ങനെ കിട്ടി? ഇതെവിടുന്നാ? പേടിക്കണ്ട, ഫോട്ടോ എടുത്തത് ഞാൻ തന്നെ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഇത് ചതിയായിപ്പോയി അച്ചായ. ആന്നടാ മോനെ, ചതി തന്നെ. കാര്യം കഴിഞ്ഞാ നീയൊക്കെ കറിവേപ്പില പോലെ എന്നെ നുള്ളി എറിയുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാം. അതിപ്പോ ബോധ്യപ്പെടുകയും ചെയ്തു. ഇനി ഞാൻ പോട്ടോ. വേണ്ട അച്ചായനെ, ഞാൻ കാശ് തരാം. എന്നെ വേണേലും ചെയ്യാം. ഇത് വേറെ ആരെയും കാണിക്കരുത്. ഏയ്, എവിടെന്ന്? നീ ഇന്നു മുതൽ എനിക്ക് സ്വന്തം അനിയനല്ലയോ? ഇത് എന്റെ വീടല്ലയോ? നിനക്കും ഈ വീടിനും ദോഷം വരണ ഒരു കാര്യവും ഇനി ഞാൻ ചെയ്യത്തില്ല. എന്നാ പിന്നെ ജോയ്ക്കുട്ടി, ജോയ്ക്കുട്ടി, ജോയ്ക്കുട്ടി. ആ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്നതാ ചേ? കാര്യമില്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വരുവോ? അല്ല, പങ്കി എന്തിയേ? അപ്പുറത്തെ വീട്ടിലോട്ട് പോയിരിക്കുക. ആ, എന്നാ പങ്കി വരുമ്പോ ജോയ്ക്കുട്ടി അങ്ങ് പറഞ്ഞേച്ചാ മതി. സന്തോഷ വാർത്തയാവുമ്പോ രണ്ടാളോടും ഒന്ന് പറയാമെന്ന് വെച്ചു. എന്നാ സന്തോഷ വാർത്തയാ? ജോയ്ക്കുട്ടി, ഞാൻ പെണ്ണ് കെട്ടാ പോവാ. അച്ചായ പെണ്ണ് കെട്ടാൻ പോകുന്നു? ഇത്രയും പ്രായമായിട്ട് അത് വേണോ അച്ചായ? കേറി വരുന്ന തള്ളയെ കൂടി ശുശ്രൂഷിക്കേണ്ട അവസ്ഥ ആവത്തില്ലയോ? തള്ളയോ? നീ എന്നതാടാ ജോയ്ക്കുട്ടി മാത്യു സച്ചായനെ കുറിച്ച് വിചാരിച്ച? ബാംഗ്ലൂരിലുള്ള നല്ല മണിമണി പോലത്തെ ഒരു പെങ്കൊച്ച്. ആ കൊച്ചിനെയാ ഞാൻ കെട്ടാൻ പോണേ. ഷേർലി, വയസ്സ് 28, സുന്ദരി, പരിഷ്കാരി. ഈ മാത്യു സച്ചായൻ എന്ന് വെച്ചാ ജീവന്റെ ജീവൻ. ഇതേ നോട്ടം തന്നെ ഈ വാർത്ത കേട്ട സകലരുടെയും മുഖത്ത് ഞാൻ കണ്ടേ. അമ്പരപ്പ്, അത്ഭുതം, അവിശ്വാസം. പിന്നെ അത് കുശുമ്പും അസൂയായിട്ടൊക്കെ മാറും. അല്ല, ജോയിക്കുട്ടിക്ക് മാത്രം അസൂയയും കുശുമ്പും ഒന്നും ഉണ്ടാവില്ലാന്ന് എനിക്കറിയാം. അതല്ലയോ സാക്ഷിയാവാൻ വേണ്ടി ഞാൻ ജോയിക്കുട്ടിയെ തന്നെ തിരഞ്ഞെടുത്തേ. സാക്ഷിയാവാനോ? എന്നാത്തിന്? മിന്നേട്ടിന് പള്ളിയിൽ എല്ലാ കാര്യവും പറഞ്ഞു ഉറപ്പിച്ചിരിക്കുക. ഞാനും ഷേർലിയും ജോയിക്കുട്ടിയും വികാരിയച്ഛനും മാത്രം. സാക്ഷിയായി ജോയിക്കുട്ടി വന്നൊന്ന് ഒപ്പിട്ടേച്ചാ മാത്രം മതി. അല്ല, അത് അച്ചായ, അതിപ്പോ ഞാൻ ഒറ്റയ്ക്ക്. എന്നാ പങ്കി കൂടി വിളിച്ചോ? അല്ല, അതിപ്പോ ഇല്ലെങ്കിലും ജോയിക്കുട്ടി വന്നേ പറ്റത്തുള്ളൂ. പിന്നെ എന്നതാണെന്ന് വെച്ചാ, ഞങ്ങൾ തൽക്കാലം എന്റെ വീട്ടിലല്ല പൊറുക്കാൻ പോണത്. അതൊരു കൊച്ചു വീടല്ലയോ? ഷെർലിയെ അവിടെ ഒന്നും കയറ്റി താമസിപ്പിക്കാൻ ഒക്കത്തില്ല. വലിയ വീട്ടിലെ പെണ്ണല്ലയോ? മാത്രമല്ല ആളൊരു പച്ച പരിഷ്കാരി. പിന്നെ എവിടെയാ അച്ചായ താമസിപ്പിക്കുന്നത്? എവിടാ? എവിടെ? തെങ്ങുംപൂട്ടിൽ തറവാട്ടില്. ഞങ്ങൾ അങ്ങോട്ട് പൊറുതിക്ക് ചെല്ലണത് ബോബനും അന്നാമ ചേട്ടത്തിക്കും വലിയ സന്തോഷാ. ഇപ്പൊ ആ വീട്ടിലൊരു പെൺതരിയില്ലല്ലോ. പീലിപ്പോസ് അച്ചായന് ഭ്രാന്ത് വന്നേ പിന്നെ ആ വീടാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുമല്ലയോ. ഇനി ഷേർലി ചെന്നേച്ചു വേണം എല്ലാം ഒന്ന് നേരെയാക്കി എടുക്കാൻ. നീ എന്നാ പോക്കണം കേടാ ഈ പറയുന്നേ? മാത്യൂസ് പെണ്ണ് കെട്ടിയാച്ച് ഇവിടെ വന്ന് പൊറുക്കുവന്നോ? വേറെ നിവൃത്തിയില്ല അമ്മച്ചി. കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെയാ എത്തിയിരിക്കുന്നേ. ഒരു കാര്യമില്ല.
കിട്ടുണി വൈദ്യരുടെ കാര്യം പോലീസ് പറയുമെന്ന് നിന്നെ ഭീഷണിപ്പെടുത്തി കാണും മാത്യൂസ്, അല്ലയോ? എടാ, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇനി മാത്യൂസ് എന്ന് വല്ലതും പറഞ്ഞാൽ പോലീസ് വിശ്വസിക്കുവോ? അതിനൊക്കെ തെളിവെന്നാ? മാത്രമല്ല, അത് പറഞ്ഞ മാത്യൂസും കുടുങ്ങത്തില്ലയോ? എങ്കിൽ ചെന്ന് പറയട്ടെ. തെങ്ങുമൂട്ടി തറവാട്ടി കയറി താമസിക്കണം പോലും. അമ്മച്ചി കാര്യം അറിയാതെ പറയുന്നേ. ഇനി മാത്യൂസ് അച്ഛൻ എന്നാ പറഞ്ഞാലും നമ്മളത് അനുസരിക്കേണ്ടി വരും. ഇനി അപ്പച്ചനല്ല, ഞാനാ അമ്മച്ചി തൂക്കുമരത്തി കയറുക. ആ കള്ളൻ ഏതാണ്ട് പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചിരിക്കല്ലയോ? എടാ മോനെ, ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ മാത്യൂസ് ഇത് വെളി മിണ്ടത്തില്ല. ശവം പിടിച്ച് വണ്ടിയെ കയറ്റിയതും ഇറക്കിയ കുറ്റിക്കാട്ടിലിട്ടത് മാത്യൂസ് അല്ലയോ? നീ തൂങ്ങുന്നതിന് മുമ്പ് മാത്യൂസ് തൂങ്ങും. ഇല്ല അമ്മച്ചി, അതാ ഞാൻ പറഞ്ഞേ. കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ നേർക്ക് വന്നിരിക്കുവാന്ന്. പോലീസിന്റെ നിഗമനത്തിൽ ശവം വണ്ടിയിൽ നിറക്കിയത് ഒരാളാ, രണ്ടാളും കൂടിയല്ല. ആ ആള് ഞാനാണെന്ന് തെളിയിക്കാൻ മാത്യൂസ് അച്ചാന് പറ്റും. എങ്ങനെ പറ്റും? ആ ആള് മാത്യൂസ് ആണെന്ന് എനിക്ക് നിനക്കും പറയാൻ മേലേ? ഇവിടെ നിന്ന് തല്ലുകൂടിയപ്പോ മാത്യൂസ് ആ കിട്ടുണി വൈദ്യരെ കൊന്നതെന്ന് നമുക്ക് പറയാൻ മേലേ? ഈ വീട്ടിൽ വെച്ച് മാത്യൂസ് കൊന്നതുകൊണ്ട് പുറത്തു കൊണ്ടുപോയി കളയാൻ നീ സഹായിച്ചു. അങ്ങനെയാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പൊ അമ്മച്ചിക്ക് മനസ്സിലായല്ലോ ഞാൻ കഴുമരത്തി കയറുമെന്ന്. മാത്യൂസ് അച്ചാൻ ഇനി പിണക്കാൻ ഒക്കത്തില്ല അമ്മച്ചി. എല്ലാം സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്നാലും മോനെ, ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് ഇവിടെ ഒന്ന് താമസിക്കാന്ന് വെച്ചാ സഹിക്കണം അമ്മച്ചി. അല്ലെങ്കിൽ അമ്മച്ചിക്ക് മോനുണ്ടാകത്തില്ല. ഇതെന്തിനാ ചോദിച്ചേട്ടാ മുണ്ടും കുപ്പായൊക്കെ ബാഗിലാക്കി വെക്കുന്നത്? ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ, നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. അയ്യോ, ഇതെന്താ ഈ പറയുന്നേ? എന്റെ ഇഷ്ടത്തിനൊത്ത് ഞാൻ എങ്ങനെ ജീവിക്കാനാ? ചോദിച്ചേട്ടൻ ഇത് എങ്ങോട്ടാ പോകുന്നേ? പറഞ്ഞില്ലയോ എങ്ങോട്ടെങ്കിലും? എന്നാ ഞാനും വരും. എന്നതാ? നിന്റെ വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നത്. ഞാനും വരും. വേണ്ട ചോദിച്ചേട്ടാ, എന്നെ തനിച്ചാക്കി പോകണ്ട. ചോദിച്ചേട്ടൻ മിന്നിയേട്ടിയ ഭാര്യയല്ലേ ഞാൻ? ആന്നോ? എന്നാലേ ആ മിന്നങ്ങ് പൊട്ടിച്ചേളാം, അതോടെ സമാധാനം കിട്ടുമല്ലോ മനുഷ്യന്. ചോദിച്ചേട്ടാ, ഇങ്ങനൊന്നും പറയില്ലേ, ഞാൻ ചത്തുപോവും. നീ ഞാനും ചത്ത ഈ ഭൂമിക്ക് എന്നതാടി നഷ്ടം? ഭൂമിക്ക് എത്രയും ഭാരം കുറഞ്ഞിട്ടും. ജീവിതമാണ് പോലും ജീവിതം. ഏത് പുസ്തകത്തിലാടി ഈ വീട്ടിലെ നരകത്തിന് ജീവിതം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ചത്ത നരകത്തിലോട്ട് പോകുന്നത് തന്നെയാ. ഈ വീട്ടിനേക്കാൾ ഭേദമായിരിക്കും ചത്ത എല്ലുമ്പോ കിട്ടുന്ന നരകം. ചോദിച്ചേട്ടാ പോവില്ലേ, എന്നെ ഉപേക്ഷിച്ച് പോവില്ലേ ചോദിച്ചേട്ടാ? ഇനി ചോദിച്ചേട്ടാ പറയുന്ന എന്തും ഞാൻ അനുസരിച്ചോളാം, അടിമയെ പോലെ കഴിഞ്ഞോളാം. വേണ്ട, ഓന്തിന്റെ നിറം മാറുന്ന പോലെയാ നിന്റെ സ്വഭാവം മാറുന്നത്. നാളെ ഞാൻ സോഫി ഒന്ന് കണ്ടുപോയാ പിന്നെ നിന്റെ നിറം മാറും. ഇല്ല ചോദിച്ചേട്ടൻ, എനിക്ക് വിശ്വാസാ. നന്ദി കേടും ചതിയുമാ സോഫിയോട് നീ കാണിച്ചത്. അതിന്റെ പേരില് സോഫി ഉറക്കഗുളിക കഴിച്ച് ചാവാൻ പോയി. അതല്ല എന്റെ നെഞ്ചില് കരിങ്കല്ല് പോലെ കിടന്ന് ശ്വാസം മുട്ടിക്കുക. നീ എന്റെ കൂടെ ജീവിക്കുന്ന കാലത്തോളം ഈ ശ്വാസം മുട്ടൽ എന്റെ നെഞ്ചിലുണ്ടാവും. ഇല്ലെങ്കിൽ സോഫിയോട് മാപ്പ് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. എങ്കിൽ നിന്റെ കൂടെ താമസിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കാം. ചോദിച്ചേട്ടാ തീരുമാനം ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ ഞാൻ പോവാ. നീയായി നിന്റെ പാടായി. ഞാൻ ചെന്ന് മാപ്പ് പറഞ്ഞാ പോരെ? വിളിച്ചോണ്ട് വരണം ചോദിച്ചേട്ടാ. ചോദിച്ചേട്ടൻ പറഞ്ഞതുപോലൊക്കെ ഞാൻ ചെയ്തോളാം. ബാഗിങ്ങിതാ. ഉറപ്പാന്നല്ലോ? പിന്നെ നിറം മാറിയാ ചോദ്യം പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഞാനങ്ങ് പോവും. ഉറപ്പായിട്ടും വിളിച്ചോണ്ട് വരാം.
കരുമനം തീജിന്നു കുടിയിൽ കണ്ടില്ല. മൂപ്പര് കാണപ്പണം വെക്കാൻ പോയതാ. കല്യാണത്തിനോ? ഉം. നിനക്കെന്തിനാ ചിന്നു ഒരു കല്യാണം? കഴുത്തിൽ കയറും കെട്ടി കരുമന്റെ പെണ്ണായി കുടിയിൽ പെറ്റുകിടക്കേണ്ടവളല്ല നീ. ആദിവാസികളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി മന്ത്രിയായ ഒരു പെണ്ണായിരുന്നു ചിന്നു. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല സൂര്യ. എന്ന് ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷേങ്കില് ചിന്നു ഒരു സാധാരണ പെണ്ണല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കോ. MLA ആയതും മന്ത്രി ആയതും എന്തോ ചെറിയ കാര്യമാണെന്ന് മറ്റല്ല ചിന്നുവിന്റെ പെരുമാറ്റം. വലിയ വലിയ നേതാക്കന്മാർക്ക് പോലും മന്ത്രിയാകുമെന്ന് വെച്ചാൽ വലിയ കാര്യമാ. അപ്പൊ പിന്നെ ഈ കാട്ടിൽ കിടക്കണ നീയോ? നിനക്ക് നിന്റെ വില അറിയത്തില്ല. അതെങ്ങനെ? നിന്റെ വില കെടുത്തുവല്ലേ കരുമൻ. അല്ല, ഇതിപ്പോ സൂര്യൻ എന്താ പറഞ്ഞു വരുന്നേ? കരിമൻ ചീത്തയാ? ഞാൻ അവനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് മറ്റോ ആണോ? അതൊന്നുമല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വേറൊരു കാര്യമാണ്. ആദിവാസികളെ നയിക്കാനും ആൾക്കാരെ ശക്തിപ്പെടുത്താനും ഇവിടെ ചിന്നു അല്ലാണ്ട് വേറെ ആരുമില്ല. പണ്ട് വിപ്ലവം പറഞ്ഞു കൊടുത്ത എന്നെയും കരിമനെയും നല്ല വഴികൾ നടത്തിയത് ചിന്നുവാ. എന്നിട്ടിപ്പോ ആദിവാസികളെല്ലാം പെരുവഴിയിൽ തള്ളിയിട്ട് ചിന്നു എന്താ പെറ്റിക്കിടക്കാൻ പോവാ? ഇതെന്ത് ന്യായോ? ന്യായം ഞാൻ പറഞ്ഞുതരാടാ. എന്താ അറിയണോ? അല്ല, ഞാൻ നമ്മുടെ സമുദായത്തിന്റെ കാര്യം വിശദീകരിക്കണ്ട, ഞാൻ കേട്ടു. ഞാൻ ചിന്നിന്റെ വില കെടുത്തിയത് എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞില്ലടാ ചിന്നിന്റെ വില കെടുത്തത് ഞാനെന്ന് പറഞ്ഞില്ലേ? കരിമൻ എന്താ വഴക്കിടാൻ പോവാ? ചെറ്റത്തരം പറഞ്ഞ അടിച്ച് കർണം പോക്കിയാ വേണ്ടത്. എന്താണ് നിന്റെ ഉദ്ദേശം? കരിമ, കലം എന്താ ഇത്? കൊടുക്ക? മേലുതൊട്ടുള്ള കളി വേണ്ട. തൊട്ടാ നീ എന്ത് ചെയ്യും? കരിമ, ഏയ്, ഇതെന്താ കാണിക്കുന്നെ? വിട്, വിട്, പറയുന്നത് കേൾക്ക്. എടാ ചെറ്റേ, മേലെ എന്റെ മുമ്പിൽ കണ്ടുപോരുത് നിന്നെ. ആദിവാസികളെ നന്നാക്കാൻ നടക്കുന്നു. എടാ, കാടും നാടും ഒക്കെ നന്നാക്കാൻ നടന്നവരാ ഞങ്ങള്. കുടുംബത്തിൽ കയറി പാറവച്ചാലുണ്ടല്ലോ കെട്ടുകത്തി എടുത്ത് കണ്ടിക്കാനും മടിയൊന്നുമില്ല. പാമ്പിനെ നീ നോവിച്ചു വിട്ടെ, ഓർത്തു വെച്ചോ. ആരാന്ന് മനസ്സിലായില്ല. നിങ്ങൾ ടീനെയും റിച്ചയും വിളിക്ക്. അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ. എന്നതാ പ്രശ്നം? കുഴപ്പമല്ലോ ഉണ്ടോ? നിങ്ങൾ അവരെ ഒന്ന് വിളിക്കണം മിസ്റ്റർ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആ, നീ നിന്റെ മറ്റവനും കൂടി തട്ടിക്കൊണ്ടുവന്ന എന്റെ കുഞ്ഞിനെ മറ്റൊരു കുന്തവും എനിക്ക് വേണ്ട. വിളിക്കടേ അവനെ. പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് എന്നെ പറ്റി തെമ്മാടിത്തരം പറയാൻ അവൻ ആരാ അധികാരം കൊടുത്തതെന്ന് എനിക്കറിയണം. ബോബൻ എന്താ വീട് കയറി ആക്രമിക്കാൻ വന്നതാ? ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ആക്രമിക്കാനും മടിക്കത്തില്ല ഞാൻ. മോനെ ബോബ, ദയവായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ മോളൊരു സൂക്കേടുകാരിയാ. അമ്മച്ചൊന്നും മിണ്ടാതിരുന്നേ. ബോബൻ ആക്രമിക്കാൻ വന്നതല്ലേ? വേണമെങ്കിൽ ഒരു വെട്ടുകത്തിയോ പാരയോ എന്തെങ്കിലും എടുത്തു കൊടുക്ക്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മോനെ ബോബ, ആന്റി നിന്റെ കാല് പിടിക്കാം. ഒന്ന് വിടുന്നു പോ. റിച്ചി വിളിക്ക്. എന്താ അവന്റെ ഉദ്ദേശം എന്ന് എനിക്കറിയണം. എന്നിട്ട് ഞാൻ പോകത്തുള്ളൂ ഇവിടുന്ന്. എന്റെ ഉദ്ദേശം നിന്നെ അറിയിക്കാൻ എനിക്ക് മനസ്സിലെങ്കിലോ? മനസ്സില്ലെങ്കിൽ അടിച്ചതിന്റെ കരണം പൊട്ടിക്കും ഞാൻ. നീ എന്താടാ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞേ? കമ്പനി തട്ടിയെടുക്കാൻ വേണ്ടി കുഞ്ഞിനെ ഞാൻ കരുവാക്കുന്നോ? എന്റെ അപ്പച്ചനുണ്ടാക്കിയ കമ്പനിയാ അത്. കള്ളത്തരത്തിൽ ഇവിടെ തട്ടിയെടുത്തതും അതിന്റെ തലപ്പത്തിരുന്ന് നീ സുഖിക്കുന്നതും പോരാഞ്ഞ് തമ്മാടത്തിന് പറഞ്ഞു വരുത്തുന്നോ? എനിക്ക് ഇഷ്ടമുള്ള പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കും. തടയാൻ പറ്റുമെങ്കിൽ നീ തടയേ. സ്റ്റേഷനിൽ ചെന്ന് പരാതി പിൻവലിക്കും നീ. മനസ്സില്ല, വീട്ടിൽ അതിക്രമിച്ച് കയറി ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കൂടി ഞാൻ നാളെ പരാതി കൊടുക്കും. കള്ള പരാതി കൊടുത്ത നിന്നെ വെറുതെ വിടത്തില്ല ഞാൻ. കരുതിയിരുന്നോ നീ? ഓടാ, നല്ല സ്ട്രോങ് ആയിട്ടൊരു പെറ്റീഷൻ കൊടുക്കണം മോനെ. വേണമെങ്കിൽ എവളെ അവമാനിച്ചെന്ന് പറഞ്ഞു കൊടുത്തോ, ഞാൻ പറയാം സാക്ഷി. അയ്യോ, ചോര. ചേച്ചി മരുന്നുണ്ടോ ഇവിടെ? ഹോസ്പിറ്റലിൽ പോ നമുക്ക്. ഏയ് വേണ്ട. വേണ്ട, ഇച്ചിരി ഉപ്പ് വെച്ച വേഗം ഉണങ്ങിക്കോളൂ. ഉപ്പ് കുറച്ച് ഇവൾക്കും കൊടുത്തേര്. അവളുടെ മനസ്സും വല്ലാതെ അങ്ങ് മുറിഞ്ഞിട്ടുണ്ട്. അവളും വെച്ച് കെട്ടട്ടെ.